നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉസ്മാൻ ഡെമ്പലെ ഈസ് യുവർ 2025 ബാലൻ ഡിയോർ വിന്നർ. റൊണാൾഡീനോയുടെ കയ്യിൽ നിന്നുമാണ് ആളാ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. ലെമീൻ യമാലിനെ പിന്തള്ളിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് വിട്ടുകൊണ്ട് ഉസ്മാൻ ഡെമ്പലെയാണ് ബാലൻ ഡിയോർ അടിച്ചിരിക്കുന്നത്. സോ ഡിസേർവിംഗ് ആയിട്ടുള്ള ബാലൻ ഡിയോർ വിന്നർ തന്നെയാണ്. ആർക്കും യാതൊരു കൺഫ്യൂഷനും ഇല്ല ഒരു കാര്യത്തിൽ. 100% ഡിസേർവിങ്, ഒരു കോൺട്രവേഴ്സി ഇല്ല. ആ ഒരു ബാലൻ ഡിയോർ ഉസ്മാൻ ഡെമ്പലെ അടിച്ച കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം പറയാം. ബട്ട് ഐ തിങ്ക് ഒരു ഫാൻ ബേസിനിടയിലും ഒരു തർക്കവും ഇല്ല. ഉസ്മാൻ ഡെമ്പലെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വിന്നർ തന്നെയാണ്. ഹാറ്റ്സ് ഓഫ് ടു ഉസ്മാൻ ഡെമ്പലെ. സോ ഡെമ്പലയുടെ കാര്യം പറയുമ്പോഴേക്കും ഓർമ്മ കാണും, നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് പറഞ്ഞ് വന്ന ഡോർട്ട്മുണ്ടിൽ നിന്ന് ബാർസലോണയിലോട്ട് വരുന്ന ഒരു പ്ലെയർ. ബാർസലോണയിലോട്ട് പുള്ളി വരുന്നു. പക്ഷെ പിന്നീട് പുള്ളിയുടെ കരിയർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ഇഞ്ചറി റെക്കോർഡ് ആഫ്റ്റർ ഇഞ്ചറി റെക്കോർഡ്, മോശം പെർഫോമൻസ്, ലേറ്റ് ആയിട്ട് ട്രെയിനിങ്ങിന് വരിക, ആകപ്പാടെ മൊത്തം ഇഷ്യൂ. ബാർസലോണ വിട്ട രീതിയാണേലും എല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും ഓക്കെ, ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഒരു ബാലൻ ഡിയോർ അടിക്കുമെന്ന് പറഞ്ഞ് വന്ന ഒരു പ്ലെയർ പിന്നെ അങ്ങോട്ട് താഴോട്ട് പോകുന്നു. മേ ബി ഒരു 5 വർഷം മുമ്പ് ഉസ്മാൻ ഡെമ്പലെ ബാലൻ ഡിയോർ അടിക്കും. 2020 വന്നിട്ട് ആരെങ്കിലും പറയുകയാണ് ഉസ്മാൻ ഡെമ്പലെ ബാലൻ ഡിയോർ 2025 അടിക്കും എന്ന് പറയുമായിരുന്നെങ്കിൽ എല്ലാവരും പറഞ്ഞാൽ നിനക്കെന്നെ വല്ലോ ഇതുണ്ടോടാ, ഡെമ്പലയുടെ പെർഫോമൻസ് ഇപ്പം കണ്ടില്ലേ, എങ്ങോട്ട് പോവും? ബട്ട് ഡെമ്പലെ വിന്നിങ് ഈ എന്നാ പറയുക, കിലിയൻ എംബാപ്പെ ഇപ്പം നെക്സ്റ്റ് ബിഗ് തിങ്. റൊണാൾഡോ മെസ്സിക്ക് ശേഷം ആരാണ്? കിലിയൻ എംബാപ്പെ ആയിരിക്കും നെക്സ്റ്റ് ബാലൻ ഡിയോർ വിന്നർ. പിന്നെ എർലിംഗ് ഹാലൻഡ് കയറി വന്നു. അങ്ങനെ പല പ്ലേയേഴ്സും കയറി വന്നു. പക്ഷെ അവർക്കേക്കാളൊക്കെ മുമ്പ് ഉസ്മാൻ ഡെമ്പലെ ബാലൻ ഡിയോർ വിൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഫുട്ബോൾ. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ ട്രോളുന്ന ഒരു പ്ലെയർ ആയിരിക്കും മേ ബി ഒരു അടുത്ത 3 വർഷം കഴിയുമ്പോഴേക്കും വന്ന് ബാലൻ ഡിയോറിന് അടിക്കാൻ പോവുക. ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഡെമ്പലയുടെ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുക. ബാർസലോണയിൽ പുള്ളി വരുന്നത് 2017-18 സീസണിൽ ആ റെക്കോർഡ് മൂവ് ആണ്. എങ്ങാണ്ട് 120 മില്യൺ 140 മില്യൺ അടുത്തുള്ള ടോട്ടൽ പാക്കേജ് ആഡോൺസ് എല്ലാം ഉൾപ്പെടെ. ബാർസലോണയിൽ ഫസ്റ്റ് സീസണിൽ പുള്ളി 23 കളികളിൽ നിന്ന് 4 ഗോളും 7 അസിസ്റ്റുമാണ് അവർക്ക് നേടാൻ സാധിച്ചത്. തൊട്ടടുത്ത സീസണിൽ 43 കളികൾ ആൾ അവൈലബിൾ ആയി. അതിൽ നിന്ന് 14 ഗോളും 8 അസിസ്റ്റ്. തൊട്ടടുത്ത സീസൺ ആൾ ഫുൾ കണ്ടിന്യൂസ് ഇഞ്ചറി ആയിരുന്നു. 9 കളികളിൽ നിന്ന് ആകപ്പാട് 1 ഗോൾ. തൊട്ടടുത്ത സീസൺ ബാർസലോണയിൽ 44 കളികൾ വന്നു, 11 ഗോൾ 5 അസിസ്റ്റ് ആൾ നേടുകയും ചെയ്തു. തൊട്ടടുത്ത സീസണിൽ 32 കളികളിൽ നിന്ന് 2 ഗോളും 13 അസിസ്റ്റും. ആൻഡ് ബാർസലോണയിലുള്ള ലാസ്റ്റ് സീസണിൽ 35 കളികളിൽ നിന്ന് 8 ഗോളും 9 അസിസ്റ്റും. പിന്നെ PSG നമുക്ക് കാണാം 42 കളികളിൽ നിന്ന് ഫസ്റ്റ് സീസണിൽ 6 ഗോളും 12 അസിസ്റ്റുമാണ് ആൾ നേടിയത്. ആൻഡ് ലാസ്റ്റ് സീസൺ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. 49 കളികളിൽ നിന്ന് 33 ഗോളും 13 അസിസ്റ്റും. അതും എല്ലാം വന്നത് നല്ല ടോപ്പ് ടീമുകൾക്ക് അഗെയിൻസ്റ്റ് ക്രൂഷ്യൽ മാച്ചുകൾ. ഇപ്പോൾ സ്റ്റുട്ട്ഗാർട്ട് എനിക്ക് ഓർമ്മ കാണും, അത് മസ്റ്റ് വിൻ മാച്ച് ആയിരുന്നു. സിറ്റിക്ക് അഗെയിൻസ്റ്റ് ഉള്ള ക്രൂഷ്യൽ പെർഫോമൻസ്. പിന്നെ എസ്പെഷ്യലി നോക്കൗട്ടുകളിലെല്ലാം ഉസ്മാൻ ഡെമ്പലെ പെർഫോം ചെയ്തു. ലിവർപൂളിന് അഗെയിൻസ്റ്റ് ആണെങ്കിലും ആർസണലിന് അഗെയിൻസ്റ്റ് ആയിരുന്നാലും എല്ലാം ഡെമ്പലയുടെ മാസ്റ്റർ ക്ലാസ് നമ്മൾ കണ്ടു. സോ ഉസ്മാൻ ഡെമ്പലെ അമ്മാതിരി വൈറ്റലായിട്ടുള്ള പ്ലെയർ ആയിരുന്നു പാരീസ് സാൻ ജർമ്മന്. വിത്തൗട്ട് എ ഡൗട്ട് ഡിസേർവിങ് വിന്നർ, ഒന്നും പറയാനില്ല. കൺഗ്രാലേഷൻസ്. കൂടാതെ ആള് ഈ അവാർഡ് സെറമണി റിസീവ് ചെയ്തതിനു ശേഷം വളരെ ഇമോഷണൽ ആയിരുന്നു. ഫാമിലിയിലേക്ക് വിളിച്ചേരുന്ന സിറ്റുവേഷൻ കണ്ടു. കൂടാതെ ആൾ ബാർസലോണയ്ക്കും മെസ്സിക്കും ഇനിയസ്റ്റേനെ പേരൊക്കെ എടുത്തു പറയുന്നത് കേട്ടു. വിച്ച് വാസ് ഓൾസോ ഗുഡ് ടു സീ. പുള്ളി നമ്മുടെ ക്ലബിനെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്തു. പുള്ളി പറഞ്ഞു ഈ ഡ്രീം ക്ലബ്ബായിരുന്നു ബാർസലോണ. അവിടെ വന്ന് പുള്ളി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ എല്ലാം നമുക്കറിയാം, വിചാരിച്ച പോലെ കാര്യങ്ങൾ പോയില്ല അല്ലേ, ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പോയില്ല. പക്ഷേ എന്നാലും ഈ താങ്ക്ഡ് ബാർസലോണ. ഇറ്റ് വാസ് ഗുഡ് ടു സീ. പുള്ളി റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ ക്ലബിനെ കാണാൻ സാധിച്ചത്. സോ പക്ഷേ എനിക്ക് ഇഷ്യൂസ് വരുന്നത് മെറ്റ് പല കാര്യത്തിലാണ്. സോ നമുക്ക് ബാലൻ ഡിയോർ ഇൻ ദ മെറ്റ് പൊസിഷൻസിലോട്ട് നമുക്കൊന്ന് പോവാം. റഫീന ഫിനിഷിംഗ് 5th, അതിലോട്ട് ഞാൻ വരാം. അതിനേക്കാൾ മുമ്പ് ഹൗ ഈസ് പെഡ്രി ഫിനിഷിംഗ് അറ്റ് 11th സ്പോട്ട് ബ്രോ? ടോപ്പ് 10 പോലും ഞാൻ ഓർത്തത് പെഡ്രി മൈറ്റ് ബി 4, 5, 6 അല്ലെ മാക്സിമം 7. അതിന് താഴോട്ട് പോകത്തില്ലെന്ന് ഓർത്തത്. വോട്ട് സ്പ്ലിറ്റ് നടന്നിട്ടുണ്ട്. പെഡ്രി, റഫീന, യമാലിനിടയിൽ വോട്ട് സ്പ്ലിറ്റ് നടക്കും. സോ പെഡ്രി ഫോർ മീ, ഞാൻ വോട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വോട്ട് ശരിക്കും പോവുക പെഡ്രിക്കാണ്. ആൻഡ് പെഡ്രി ബാർസലോണ ടീമിൽ ഇപ്പോൾ ബാലൻ ഡിയോർ കൊടുക്കുന്നത് എന്തിനാണ്? ആ ടീമിൽ ഏറ്റവും ട്രോഫീസ് ഒരു മസ്റ്റാണ്. ട്രോഫീസ് ബാർസലോണ വിൻ ചെയ്തിട്ടുണ്ട്. അതുപോട്ടെ ട്രോഫീസിനേക്കാൾ ഉപരി ഇൻഫ്ലുവൻസ് ആ പിച്ചിൽ ഉണ്ടാക്കിയോ ആ പ്ലെയർ, അതിനാണ് ഏറ്റവും ഇമ്പാക്റ്റ് നോക്കുന്നത്. ആൻഡ് ബാർസലോണ ടീമിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ എന്നോട് ചോദിക്കുകയാണ്, ഐ വിൽ സേ ഇറ്റ്സ് ലാസ്റ്റ് സീസൺ പെഡ്രി. പെഡ്രിയാണ് ബാർസലോണ ടീമിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയ പ്ലെയർ. പെഡ്രി ഇല്ലെങ്കിൽ ബാർസലോണ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്തില്ല. അതിനുശേഷം ഞാൻ റഫീനയുടെ പേര് പറയും, അതിനുശേഷം ഞാൻ യമാലിൻ്റെ പേര് പറയത്തുള്ളൂ. സോ ഇവർ മൂന്നുമാണ് നമ്മുടെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലേയേഴ്സ്. ഇതിലെ പെഡ്രി ഗോൺസാലസ് ഫിനിഷ് ചെയ്ത പൊസിഷൻ ഈസ് 11th സ്പോട്ട്. ടോപ്പ് 10 പോലും ഇല്ല. ടോപ്പ് 10. ഹൗ ഈസ് കോൾ പാൾമർ ഫിനിഷിംഗ് അറ്റ് 8th? ഹൗ ഈസ് കോൾ പാൾമർ ഫിനിഷിംഗ് അറ്റ് 8th? എനിക്ക് റഫീനയോട് വരുന്നതിന് മുമ്പ് എനിക്ക് ആ കുറച്ച് കാര്യങ്ങൾ ഇത് ചെയ്യാനുണ്ട്. കോൾ പാൾമർ എൻ്റെ ഫേവറേറ്റ് ഇംഗ്ലണ്ട് പ്ലെയർ ആണ് റൈറ്റ് നൗ.
ഫേവറേറ്റ് ആർഗ്യുമെന്റ് പ്രീമിയർ ലീഗിലെ എൻ്റെ മോസ്റ്റ് എക്സൈറ്റിംഗ് പ്ലെയർ ടു വാച്ച് റൈറ്റ് നോ ആണ്. പക്ഷേ നമ്മൾ വയസ്സ് വിടണമല്ലോ, ചിന്തിക്കേണ്ട കാര്യമാണ് ഹൗ ഈസ് കോൾ പാൾമർ ലാസ്റ്റ് സീസൺ ലീഗിൽ വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു. നമുക്കാണ് ഒരു കണ്ടിന്യൂസ് സ്ട്രെച്ച് ഓഫ് ഗെയിംസ് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ പോലും ഇല്ലാതെ പോയ ഒരു പ്ലെയർ, ബിറ്റ് ഓഫ് ആയിരുന്ന പ്ലെയർ. ബട്ട് ക്ലബ് വേൾഡ് കപ്പിൽ ആരും ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു, ഇല്ലായിരുന്നല്ല പറഞ്ഞാൽ, ബട്ട് ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. പക്ഷേ ഇവൻ ചെൽസിയുടെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഇവൻ ചെൽസി ഫാൻസ് പോലും പറയും കൈസിഡോ വാസ് ദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീസ് ലാസ്റ്റ് സീസൺ. ക്ലബ് വേൾഡ് കപ്പിലാണെങ്കിലും ഇത് ലീഗിലോട്ട് വരുമ്പോഴാണെങ്കിലും. ബട്ട് കൈസിഡോ ടോപ്പ് 30 പോലും ഇല്ല, കുക്കറേ ഇല്ല. അതുപോട്ടെ. ബട്ട് ഹൗ ഈസ് കോൾ പാൾമർ ഫിനിഷിംഗ് അറ്റ് 8th spot ഓവർ പെഡ്രി അറ്റ് 11th? അതും പോട്ടെ. ന്യൂനോ മെൻഡസ് ഹു ആർ ആൻ എക്സലന്റ് ക്യാമ്പയിൻ വിത്ത് ബോത്ത് പോർച്ചുഗൽ ആൻഡ് പാരീസ് സാൻ ജർമ്മൻ നമുക്കറിയാം യമാൽ പോലത്തെ സല പോലത്തെ ടോപ്പ് പ്ലേയേഴ്സിന് അഗെയിൻസ്റ്റ് വേൾഡ് ക്ലാസ് പെർഫോമൻസ് എടുത്ത് ഗോൾസും അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്ത് UEFA നേഷൻസ് ലീഗ് പോർച്ചുഗലിനോടൊപ്പം ജയിച്ചു. ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ PSG എല്ലാം നേടുകയും ചെയ്ത പ്ലെയർ 10th. കോൾ പാൾമർ ഫിനിഷ്ഡ് above him. And Michael Olise 30th position. Michael Olise arguably had a better season than Palmer. Olise at 30th position. Kimmich ലിസ്റ്റിൽ പോലുമില്ല. ഹാരി കെയ്ൻ at 13th position. Palmer finishing above Harry Kane. And ഫാബിയൻ റൂയിസിന്റെ പൊസിഷൻ നിങ്ങൾക്ക് കാണാം. സ്കോട്ട് മക്ടോമിനിയുടെ പൊസിഷൻ. സ്കോട്ട് മക്ടോമിനി at 18th. 18th സ്പോട്ടിൽ സ്കോട്ട് മക്ടോമിനി. ജാവ് നെവസ് 19th സ്പോട്ടിൽ. 19. ആൻഡ് അങ്കിൾ ലെവൻഡോസ്കി ഫിനിഷിംഗ് അറ്റ് 17th spot ബ്രോ. വിനീഷ്യസ് ജൂനിയർ 16th. വിനീഷ്യസ് ജൂനിയർ ആർഗ്യുബിലി ഇൻ ടേംസ് ഓഫ് ടാലന്റ് ഇവരെക്കാളും എല്ലാം മേളിലാണ്. 100% അഗ്രി ചെയ്യുന്നു റൈറ്റ് നോ. പക്ഷെ ലാസ്റ്റ് സീസൺ വിനിയുടെ സീസൺ റിയലി ബാഡ് ആയിരുന്നു. അത് എല്ലാ റയൽ മാഡ്രിഡ് ഫാൻസും അഗ്രി ചെയ്യുന്ന കാര്യമാണ്. സോ ലെവൻഡോസ്കി അറ്റ് 17th, ജാവ് നെവസ് അറ്റ് 19th, മക്ടോമിനി അറ്റ് 18th. ഇവരെക്കാളും എല്ലാം മേളിൽ പാൾമറും ഫിനിഷ് ചെയ്യുക അറ്റ് 8th spot. ഐ ഡോണ്ട് നോ ഹൗ എങ്ങനെ ഇത് വന്നത്. മക്കളിസ്റ്റ 22nd. ഓക്കെ, ബാക്കി ഫാബിയൻ റൂയിസ് 24th. തെറ്റാൻ അതർ സർപ്രൈസിങ് തിങ് ആണ് ഇങ്ങനെ. ആൻഡ് വെർജിൽ വാൻ ഡൈക്ക് മാൻ ആർഗ്യുബിലി ലാസ്റ്റ് സീസണിലെ ലിവർപൂളിലെ മോസ്റ്റ് സലയുടെ പേരും പറയാം, ബട്ട് സലയോടൊപ്പം അല്ല അതിനേക്കാളും ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു വെർജിൽ വാൻ ഡൈക്ക് അല്ലേ. സോ അങ്ങനത്തെ ഒരു പ്ലെയർ 28th സ്പോട്ട് ഫിനിഷ് ചെയ്യുക മാൻ. ഫ്ലോറിയൻ വിച്ച് 29. ഒലീസ് 30th മാൻ. ഇറ്റ്സ് എ ഡിസ്ഗ്രേസ് ഉള്ള പറയാം. പക്ഷെ പെഡ്രി അറ്റ് 11th spot ബ്രോ. ഐ ഡോണ്ട് നോ ഹൗ ദാറ്റ് ഹാപ്പൻ. ആൻഡ് അടുത്ത ഞാൻ റഫീനയുടെ കാര്യത്തിലോട്ട് വരും. സോ റഫീന അറ്റ് ദ 5th spot. ഇപ്പോൾ വോട്ട് സ്പ്ലിറ്റ് നടത്തുന്നുണ്ട്, 100% അഗ്രി ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ PR ക്യാമ്പയിൻ ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പം യമാലിൻ്റെ ഇപ്പം ഇവൻ ബാർസലോണ ബോർഡിനോടും മെമ്പേഴ്സിനോടും ഒക്കെ ചോദിക്കുമായിരുന്നു, എസ്പെഷ്യലി ബാർസലോണ ആസ് എ ക്ലബ്, യമാൽ വിന്നിങ് ദ ബാലൻഡിയോർ, റഫീന വിന്നിങ് ദ ബാലൻഡിയോറിനേക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയാണ് ഇപ്പം ക്ലബിന് ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണ്. നമുക്ക് ഇപ്പം ഔട്ട്സൈഡ് ഇപ്പോൾ സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിലാണ്, മോണിറ്ററി വൈസ് ഒക്കെ ആണെങ്കിലും കുറച്ച് കാര്യത്തിലൊക്കെ ആണെങ്കിലും യമാനെ നമുക്ക് ആ ഒരു ബിഗ് തിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു അവസരം. പക്ഷേ ആസ് എ ബാർസ ഫാൻ ഞാൻ പറയുകയാണ്, ഇപ്പം നമ്മൾ മെജോറിറ്റി ബാർസ ഫാൻസും എന്നോടൊപ്പം അഗ്രി ചെയ്യുമായിരിക്കും. റഫീന ആ 2nd spotലും യമാൽ ആ 5th spotലും നേരെ തിരിച്ചുമായിരുന്നെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഫെയർ. അത് ഫെയർ ആവുമായിരുന്നെന്ന് ഞാൻ പറയും. ഐ തിങ്ക് ഡെംബലെ ഫസ്റ്റ്, ഇവൻ ഡെംബലെ ഓർ റഫീന ഫസ്റ്റ്, വലിയ കോൺട്രവേഴ്സി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. ഡെംബലെ ഫസ്റ്റ്, ഐ തിങ്ക് റഫീന 2nd, യമാൽ മേ ബി 4th or 5th പോകുമായിരുന്നെങ്കിലും ഐ തിങ്ക് ഒരു ഇഷ്യൂ ഉണ്ടാവുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ ജസ്റ്റ് ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനാണ്. കാരണം ലാസ്റ്റ് സീസൺ റഫീന ആയിരുന്നു ബാർസലോണയുടെ ബിഗ് ഗെയിംസിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു പ്ലെയർ ആയിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാറ്റ്സ് കാണാം. 57 കളികൾ ആര് കളിച്ചതിൽ 34 ഗോള്, 22 അസിസ്റ്റ്, 46 ബിഗ് ചാൻസസ് ആൾ ക്രിയേറ്റ് ചെയ്തു, 2.70 കീ പാസസ് പെർ ഗെയിം, സക്സസ്ഫുൾ ഡ്രിബിൾസ് 1.28. അതൊക്കെ ഇവിടെ 3 ട്രോഫീസും ആൾ അടിക്കുകയും ചെയ്തു. ചാമ്പ്യൻസ് ലീഗിലെ ബാർസലോണയുടെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ, ഗോൾ അസിസ്റ്റിൻ്റെ സീസൺ ടാലി മാച്ച് ചെയ്യുകയും ചെയ്തു. സോ അമ്മാതിരി ഒരു ഗ്രേറ്റ് സീസൺ ആയിരുന്നു ആർക്ക് റഫീനയ്ക്ക് ലാസ്റ്റ് സീസൺ ഉണ്ടായിരുന്നത്. ബട്ട് റഫീന ഫിനിഷ്ഡ് അറ്റ് ദ 5th spot. ഫോർ മീ ഞാൻ റിയലി ഷോക്ക്ഡ് ആയിരുന്നു. ഞാൻ ലാസ്റ്റ് മൊമെൻറ്റ് മേ ബി എനിക്ക് സർപ്രൈസ് ആയിട്ട് റഫീന ബാലൻഡിയോർ അടിക്കുമെന്ന് വരെ ഞാനൊരു പ്രതീക്ഷ ചെറുതായിട്ട് മനസ്സിൽ വന്നതാണ്. പക്ഷെ അവിടുന്ന് 5th പുള്ളി ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ മാൻ റിയലി ബാഡായിട്ട് തോന്നി. അതുപോലെ തന്നെ നമ്മൾ ടോപ്പ് 30 മറ്റു കുറച്ച് പൊസിഷൻസ് നോക്കാനായിട്ടാണ് സല ഫിനിഷിങ് അറ്റ് 4th. ഐ തിങ്ക് ഡിസേർവിങ്, ഹാപ്പി ദാറ്റ് പുള്ളി ടോപ്പ് 5 പുഷ് ചെയ്തതിൽ റിയലി ഹാപ്പിയാണ്. ആൻഡ് കിലിയൻ എംബാപ്പെ അറ്റ് 7th മാൻ. റൈറ്റ് ഡിസിഷൻ. കിലിയൻ എംബാപ്പെ ടോപ്പ് 10 ഡിസേർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പറയാനും ശരി, ലാസ്റ്റ് സീസൺ റയൽ മാഡ്രിഡിന്റെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ കിലിയൻ എംബാപ്പെ ആയിരുന്നു. ആ ഒരു മൂവ് നടത്തുന്നു, സീസൺ സ്റ്റാർട്ട് മോശമായിട്ട് വന്നു. പക്ഷെ പിന്നീട് റയൽ മാഡ്രിഡ് സീസൺ 2nd ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗിൽ അത്ര വരെ എത്തിയിട്ടുണ്ട്, ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സീസണിൽ എന്തെങ്കിലുമൊക്കെ
കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബിഗ്ഗസ്റ്റ് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അത് കിലിയൻ എംബാപ്പെ തന്നെയാണ്. ഫസ്റ്റ് സീസണിൽ തന്നെ ആൾ പിച്ചിച്ചി നേടുകയും ചെയ്തു. ഡിസേർവിംഗ്ലി പുള്ളി 7th സ്പോട്ട് തന്നെയാണ്. അവിടെ യാതൊരു ആർഗ്യുമെൻറ്റിൻ്റെയും കാര്യമില്ല. ഐ എം സോ ഹാപ്പി ഫോർ വിറ്റീന ഫിനിഷിംഗ് 3rd ബ്രോ. ഇപ്പം മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലെയർ എന്ന് നമ്മൾ പറയുമല്ലോ, പോർച്ചുഗലിൻ്റെയും അതുപോലെ തന്നെ PSG-യുടെയും മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലെയർ ആരായിരുന്നു ചോദിച്ചാൽ ഇറ്റ് വാസ് വിറ്റീന. അമ്മാതിരി ഇൻഫ്ലുവൻസ് ആയിരുന്നു. ആൻഡ് ഹി ഫിനിഷ് 3rd. അത് റൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. വിറ്റീന വിൻ ചെയ്യുമായിരുന്നതിൽ ഒരു തെറ്റുമില്ലായിരുന്നു. പക്ഷെ നമുക്കറിയാം ഇറ്റ്സ് അറ്റാക്കേഴ്സിനാണ് കൂടുതൽ പ്രിഫറൻസ് വരിക. പക്ഷേ എന്നാലും നമ്മൾ ഫസ്റ്റ് സ്പോട്ടുണ്ടല്ലോ, ഫസ്റ്റ് സ്പോട്ടിൽ യാതൊരു ആർഗ്യുമെൻ്റ് ഇല്ല ഉസ്മാൻ ഡെമ്പലെ. ആ കാര്യത്തിൽ യാതൊരു ആഗ്രഹമില്ല. പിന്നീടുള്ള അങ്ങോട്ടുള്ള കാര്യത്തിലാണ് നമ്മൾ ഈ കൺഫ്യൂഷൻ ആണ്. വിറ്റീന അറ്റ് 3rd ഡിസേർവിംഗ് ആണ്. അതാണ് പറഞ്ഞത്. മേ ബി പെഡ്രി അറ്റ് 3rd or 4th ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് ഞാനാണെങ്കിൽ ഐ വാസ് റിയലി ഹാപ്പി ടു സീ ദാറ്റ്. ഇപ്പോൾ നമ്മൾ ട്വിറ്ററിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും ഈ പെഡ്രി 11th ഫിനിഷ് ചെയ്ത പോസ്റ്റിന് താഴെ ഇൻക്ലൂഡിങ് മഡ്രിഡ് ഫാൻസ് ഹു ആർ അവർ റൈവൽസ് റിയലി ഷോക്ക്ഡ് ആണ്. ഐ തിങ്ക് മോസ്റ്റ് മഡ്രിഡ് ഫാൻസ് പെഡ്രി ടോപ്പ് 5 ഫിനിഷ് ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. മഡ്രിഡ് ഫാൻസ് പോലും. കാരണം അവർ പെഡ്രിയെ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് അവർ പോലും പറയുന്നുണ്ട്. സോ ദേ റെസ്പെക്ട് പെഡ്രി. സോ അവിടുന്ന് പുള്ളി 11th ഫിനിഷ് ചെയ്തപ്പോൾ ദേ വേർ ഷോക്ക്. നമ്മുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എനിക്കറിയത്തില്ല നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന്. അതുപോലെ തന്നെ വിറ്റീന ഫിനിഷിംഗ് അറ്റ് 3rd മാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സ്പോട്ട്. റിയലി ഹാപ്പി ടു സീ ദാറ്റ്. സല 4th, റഫീന 5, ഹക്കീമി 6th, കിലിയൻ എംബാപ്പെ 7, പോൾമർ 8, ഡൊണറൂമ 9, ന്യൂനോ മെൻഡസ് 10. ആ ടോപ്പ് 10ൽ മേ ബി പാൾമറിൻ്റെ സ്ഥാനത്ത് എനി അതർ ഷുഡ് റീപ്ലേസ് അല്ല. മേ ബി പെഡ്രി അങ്ങോട്ട് കയറണമായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. പക്ഷേ ലെവൻഡോസ്കി ആണെങ്കിലും ഇപ്പം മക്ടോമിനി ആണെങ്കിലും ഇവരൊക്കെ കുറച്ച് വെർജിൽ വാണ്ടേക്കും ഒലീസിൻ്റെ ഒക്കെ ആണെങ്കിലും പൊസിഷൻ കുറച്ചുകൂടെ ഹയർ ഫിനിഷ് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. സോ ഗ്യോക്കറസ് 15th ഓൾസോ അത് നമ്മൾ മെൻഷൻ ചെയ്യാം. ഗ്യോക്കറസ് ആണ് റിയലി ഗുഡ് സീസൺ, ഒന്നും പറയാനില്ല. പക്ഷേ എന്നാലും ഗ്യോക്കറസ് ഫിനിഷിംഗ് അബോ റോബർട്ട് ലെവൻഡോസ്കി, സ്കോട്ട് മക്ടോമിനി, ജാവ് നെവേഴ്സ്. മാൻ ഇറ്റ്സ് എ ക്രൈം ബ്രോ, ഇറ്റ്സ് എ ക്രൈം. ഐ ഡോണ്ട് നോ, ഫാബിയാൻ റൂയിസ് ഇവരെക്കാളും ഒക്കെ മേളിൽ ഫിനിഷ് ചെയ്യുക മാൻ. സോ എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം ഇതിലോട്ട് വരുമ്പോഴേക്കും? നമ്മൾ കോപ്പ ട്രോഫിയിലോട്ട് വരുമ്പോഴേക്കും കോപ്പ ട്രോഫി അടിച്ചിരിക്കുന്നത് യമാലാണ്. വീണ്ടും ബാക്ക് ടു ബാക്ക് ഇയേഴ്സ്. അവിടെ വലിയ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഹി വാസ് ദ ബെസ്റ്റ് യങ് പ്ലെയർ ലാസ്റ്റ് സീസൺ വിത്തൗട്ട് എ ഡൗട്ട്. ഡെസർഡോ 2nd, നോ പ്രോബ്ലം. ജാവ് നെവേഴ്സ് 3rd, അതിലും യാതൊരു കുറ്റമില്ല. ഇത് 3ഉം ഡിസേർവിംഗ് ആണ്. പക്ഷെ 4th ഉം 5th കാര്യത്തിൽ ഞാൻ ആർഗ്യം. ഡീൻ ഹഡ്സൺ 6th, പാവ് കുബാർസി 7th സ്പോട്ടിലോട്ട് പോയി. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ എസ്താവിയോ വെല്ലിനേക്കാളും ഇൽഡിസ് കിടിലം പ്ലെയറാണ്. മേ ബി ഈ സീസൺ പുള്ളി വിൻ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ബട്ട് ലാസ്റ്റ് സീസൺ ഇവർ രണ്ടുപേരെക്കാളും ബെറ്റർ സീസൺ ആയിരുന്നു ഹഡ്സനും കുബാർസിക്കും. ഇവർക്ക് രണ്ടുപേരെക്കാളും മാസീവ്ലി ബെറ്റർ സീസൺ. കുബാർസി അറ്റ് ദ ഏജ് ഓഫ് 18 ബാർസലോണയുടെ സ്റ്റാർട്ടിംഗ് CB ആണ്. ഹൈലൈൻ കളിക്കുന്നു, ലീഗിൽ ഇൻഫ്ലുവൻഷ്യൽ, ചാമ്പ്യൻസ് ലീഗിൽ ബിഗ് പെർഫോമൻസുകൾ കൊടുക്കുന്നു. മാൻ കുബാർസി ഷുഡ് ഹാവ് ഫിനിഷ്ഡ് ഇൻ ദ ടോപ്പ് 5. എൻ്റെ പൊസിഷനിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യമാൽ 1, ഡെസർഡോ 2. ഞാൻ മേ ബി നെവസ് ഡിസർവിംഗ് 3 ആണ്. മേ ബി ഐ വുഡ് ഹാവ് ഗിവൻ 3rd ടു കുബാർസി, 4th ടു നെവസ്, 5th ടു ഹഡ്സൺ. ഞാൻ അങ്ങനെ കൊടുത്തേനെ. അല്ല നെവസ് 3rd വരുന്നാലും ഓക്കെ, ഈ ഫസ്റ്റ് 3 ഓക്കെ, ആ കാര്യം യാതൊരു ആർഗ്യുമെൻറ്റും ഇല്ല. മേ ബി 4th സ്പോട്ട് കുബാർസി, 5th സ്പോട്ട് ഹഡ്സൺ ഷുഡ് ഹാവ് ബീൻ ഇൻ ദ ടോപ്പ് 5. കുബാർസി ഷുഡ് ഹാവ് ബീൻ ഇൻ ദ ടോപ്പ് 5. എനിക്കറിയത്തില്ല എങ്ങനെ അവർ രണ്ടുപേരും 6th ഉം 7th പോയി എന്നുള്ള കാര്യം. ഐ ഹാവ് നോ ഐഡിയ. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്ന് പറയാം. പിന്നെ നമ്മുടെ ബെസ്റ്റ് കോച്ച് ഓഫ് ദി ഇയർ ഗോസ് ടു ലൂയിസ് എൻട്രീക്കെ, വിത്തൗട്ട് എ ഡൗട്ട് ഡിസേർവിംഗ് വൺ. ഒരു ഡൗട്ടും ഇല്ല. ലൂച്ചോ മാജിക്കൽ സംഭവമാണ്. ഇപ്പോൾ PSG വെച്ച് ചാമ്പ്യൻസ് ലീഗ് എടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് ആ ഒരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ടല്ലോ, അത് കടത്തുക. സീസൺ സ്റ്റാർട്ട് വളരെ മോശമായിട്ടുള്ള ഒരു സീസൺ സ്റ്റാർട്ട്, ഔട്ട് ആവുകയാണ്, അടുത്ത റൗണ്ടിലോട്ട് കിടക്കത്തില്ല എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് കടത്തുന്നു. പിന്നെ ഏറ്റവും ടഫസ്റ്റ് പാത്തിലൂടെയാണ് PSG വന്നത്. ഓക്കെ, മാൻ സിറ്റീനെ ഫേസ് ചെയ്തു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അത് ഗ്രൂപ്പ് ഫേസിലാണെങ്കിലും ഏറ്റവും ഡിഫിക്കൽട്ട് മാച്ചുകൾ PSG ആയിരുന്നു. പിന്നെ നോക്കൗട്ട്സിലോട് വന്നപ്പോഴാണെങ്കിലും ലിവർപൂളിനെ അവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പിന്നീട് ആർസണലിനെ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടു. ഫൈനൽ ഇന്റർ മിലാനെ ഫേസ് ചെയ്യുന്നു. സോ ടഫർ ആയിട്ടുള്ള ഒരു പാത്തിലൂടെ തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ PSG വന്നത്. സോ അവർക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. ഹാറ്റ്സ് ഓഫ് ടു ദം. വാട്ട് എ സൂപ്പർ പെർഫോമൻസ് അല്ലേ, ഒന്നും പറയാനില്ല. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ആ ഒരു കാര്യത്തിൽ, എൻട്രിക്കോൻ്റെ കാര്യത്തിൽ എന്ത് കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് വിമൻസ് ഫുട്ബോളർ ഓഫ് ദി ഇയർ ഐത്താന ബോൻമാത്തി വീണ്ടും 3rd ടൈം ഇൻ എ റോ ബ്രോ, ഒന്നും പറയാനില്ല. അതുപോലെ ജിജി ഡോണറൂമ ബെസ്റ്റ് ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ നേടിയിട്ടുണ്ട്. ഐ തിങ്ക് ഡിസർവിംഗ് ആണ്. അവിടെയും മറ്റൊരു ആർഗ്യുമെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ജിജി ഡോണറൂമയുടെ. സോ ഇതൊക്കെയാണ് ഓവറോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. നിങ്ങളുടെ ഇപ്പോൾ ഫസ്റ്റ് സ്പോട്ട് ഉസ്മാൻ ഡെമ്പലെ, എനിക്ക് തോന്നുന്നില്ല അതിൽ ആർക്കും വലിയ ആർഗ്യുമെൻ്റ് ഉണ്ട്. നിങ്ങളുടെ 2nd to 10th എങ്ങനെ വന്നേനെ എന്നുള്ളൊരു ഒപ്പീനിയൻ പറയാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും